പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 19 വ്യാഴം. പ്രധാന വാർത്തകൾ. തൊഴിൽ രംഗത്തെ ഇന്ത്യ ഒമാൻ സഹകരണം ചർച്ച ചെയ്ത് ഉന്നതതല പ്രതിനിധി സംഘം. ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ വിഭാഗം ഡയറക്ടർ ജനറൽ മഹ്ഫൂസ് ബിൻ മുബാറക് അൽ മരിയ, മസ്കത്ത് ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ തവിഷി ബഹൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. വീട്ടുജോലിക്കെത്തുന്ന ഇന്ത്യക്കാരായ പുരുഷ വനിതാ ജോലിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ആധികാരികമായി ചർച്ച ചെയ്തു. തൊഴിൽ മേഖലയിലെ സഹകരണം സംബന്ധിച്ചും ചർച്ചകൾ ഉയർന്നുവന്നു. ഇരുവിഭാഗങ്ങളിൽ നിന്നും മറ്റുമുള്ള ഉദ്യോഗസ്ഥരും തൊഴിൽ മന്ത്രാലയത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പൂർത്തിയായതോടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി. 9 സ്ഥാനാർത്ഥികളുടെ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചതായാണ് വിവരം. എന്നാൽ ജനുവരി 2 ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. നിലവിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഭൂരിഭാഗവും മത്സര രംഗത്തുണ്ട്. ഇവർക്ക് പുറമെ പുതുമുഖങ്ങളും പത്രിക സമർപ്പിച്ചവരിലുണ്ട്. നിലവിൽ പത്രിക നൽകിയവരെല്ലാം തന്നെ മത്സര രംഗത്തുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതേസമയം ജനുവരി 3-നാണ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിടുക. ജനുവരി 18-ന് ആണ് തിരഞ്ഞെടുപ്പ്. ജനുവരി 8 മുതൽ 10 വരെ തീയതികളിൽ പ്രവാസി ഭാരതീയ ദിവസ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ബോർഡ് തിരഞ്ഞെടുപ്പ് തീയതി ഇലക്ഷൻ കമ്മീഷൻ പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു. മസ്കത്ത് ഇന്ത്യൻ എംബസിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് തിരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-ലേക്ക് മാറ്റിയത്. തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ വൈകിട്ട് ഫലവും പ്രഖ്യാപിക്കും. റീകൗണ്ടിംഗ് ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ 19-ന് തന്നെ അപേക്ഷ സമർപ്പിക്കണം. 22-ന് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ പട്ടിക ചെയർമാന് കൈമാറുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾക്ക് ഇവ സ്വീകരിച്ചത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങളും മറ്റ് വ്യത്യസ്ത രീതികളിൽ പുരോഗമിക്കുകയാണ്. 5125 രക്ഷിതാക്കൾക്കാണ് ഇത്തവണ വോട്ടവകാശമുള്ളത്. വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് സ്ഥാനാർത്ഥികൾ. ഔഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്ക് ഡിസംബർ 23-ന് താൽക്കാലികമായി അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്കും വിപുലീകരണത്തിനുമായാണ് പ്രവർത്തനം നിർത്തിവെക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സർവീസസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഡിസംബർ 24 മുതൽ സേവനങ്ങൾ സാധാരണ നിലയിൽ ലഭ്യമാക്കും. അതേസമയം ലഭ്യമായ സ്റ്റോക്ക് ഉപയോഗിച്ച് ആശുപത്രികളുടെ രക്തവിതരണ ആവശ്യകതകൾ നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് DBBS അറിയിച്ചു. വിഭവസമൃദ്ധമായ ഊണിനെയാണ് സദ്യ എന്ന് വിളിക്കുന്നത്. രുചികളിലെ എല്ലാം അടങ്ങുന്ന ഒരു സമ്പൂർണ്ണ ആഹാരമാണ് സദ്യയിൽ വിളമ്പുക. ഓണം, വിഷു, വിവാഹം, പിറന്നാൾ, ഉത്സവം എന്നിങ്ങനെയുള്ള വിശേഷ ദിനങ്ങളിലാണ് പ്രത്യേകം സദ്യ തയ്യാറാക്കുക. എന്നാൽ ക്രിസ്മസ് ദിനത്തിലെ നസ്രാണി സദ്യയിൽ ഓണസദ്യ പോലെ സസ്യാഹാര വിഭവങ്ങൾ മാത്രമല്ല, മാംസാഹാരത്തിൽ പാചകം ചെയ്യുന്ന വിഭവങ്ങൾക്കാണ് മുൻഗണന. ക്രിസ്മസ് ആഗതമായതോടെ ഫുഡ് കോർട്ടുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഉയരുന്ന പരസ്യമാണ് നസ്രാണി സദ്യ ഇവിടെ ലഭിക്കും എന്ന അടിക്കുറിപ്പോടെയുള്ള പോസ്റ്ററുകൾ. ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോവ് ഒമാനിൽ നിന്ന് മടങ്ങി. റോയൽ എയർപോർട്ടിൽ നൽകിയ യാത്രയയപ്പ് ചടങ്ങിന് സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി നേതൃത്വം നൽകി. വിവിധ മേഖലകളിൽ സഹകരണം ഊട്ടിയുറപ്പിച്ചാണ് പ്രസിഡന്റ് മടങ്ങിയത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി നടത്തിയ ചർച്ചകളിൽ നിക്ഷേപം, സാങ്കേതിക, മെഡിക്കൽ മേഖലകളിലെ സഹകരണവും പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിപുലമായ ബന്ധങ്ങളും പര്യവേഷണ മാർഗങ്ങളും ഇരുവരും ചർച്ച നടത്തുകയും ചെയ്തു. പ്രാദേശിക, അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറി. സോഹാർ പോർട്ട്, ഒമാൻ നാഷണൽ മ്യൂസിയവും സന്ദർശിച്ചിരുന്നു. ഉപപ്രധാനമന്ത്രി സയ്യിദ് ഫഹദ് ബിൻ മഹ്മൂദ് അൽ സയീദുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ വശങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയും സംയുക്ത നിക്ഷേപം വികസിപ്പിക്കുന്നതിനുള്ള മേഖലകളെക്കുറിച്ച് ചർച്ച നടത്തി. സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് ഒമാനും ബെലാറസും സംയുക്തമായി ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു.
മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഡിസംബർ 23 മുതൽ ജനുവരി 21 വരെ തലസ്ഥാനത്തെയും പരിസരങ്ങളിലെയും 7 വേദികളിലായാണ് ഫെസ്റ്റിവൽ അരങ്ങേറുക. ജനപ്രിയ പരിപാടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെ ഈ വർഷത്തെ ഫെസ്റ്റിവലിന് ചില പുതിയ സവിശേഷതകൾ ഉണ്ടാകും. ശൈത്യകാല ടൂറിസത്തിന് മസ്കത്ത് നൈറ്റ്സ് ഒരു മുതൽക്കൂട്ടാവും. ഗുറം നാച്ചുറൽ പാർക്ക്, ആമിറാത്ത് പബ്ലിക് പാർക്ക്, നസീം പബ്ലിക് പാർക്ക്, അൽഹയിൽ ബീച്ച്, വാദി അൽ ഖൗദ്, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്നിവയാണ് വേദികൾ. 700-ലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശനം ഒരുക്കുന്നുണ്ട്. ഗുറം നാച്ചുറൽ പാർക്കിൽ ഫ്ലവർ ഷോയും ഫുഡ് ഫെസ്റ്റിവലും നടക്കും. ഡ്രോൺ ലൈറ്റ് ഷോകൾ, ലേസർ ഡിസ്പ്ലേകൾ, കുതിരസവാരി തുടങ്ങിയ ഇവന്റുകൾ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കും. വിവിധ രാജ്യങ്ങളിലെ എംബസികൾ പ്രതിനിധീകരിക്കുന്ന പവലിയനുകളും ഈ വർഷത്തെ പ്രത്യേകതയാണ്. മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിൽ കോമിക് ബുക്കുകൾ, ഗെയിമുകൾ, സിനിമകൾ തുടങ്ങിയ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. സിനിമ, സാഹിത്യം, ചലച്ചിത്ര നിർമ്മാണം എന്നീ മേഖലകളിൽ നിന്നുള്ള ഒരു കൂട്ടം സെലിബ്രിറ്റികളും ഫെസ്റ്റിവലിന്റെ ഭാഗമാകും. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ, ബോർഡ് ഗെയിമുകൾ, മത്സര റൗണ്ടുകൾ എന്നിവ ഉണ്ടാകും. ഡിജിറ്റൽ ആർട്ട് എക്സിബിഷനുകൾ, ലൈവ് ഡ്രോയിങ്ങുകൾ, കോമിക് ബുക്ക് സാഹിത്യത്തെയും വിവിധ ജനപ്രിയ സംസ്കാരങ്ങളെയും കുറിച്ചുള്ള വിദ്യാഭ്യാസ പ്രഭാഷണങ്ങൾ എന്നിവയും ഇവന്റിൽ പ്രദർശിപ്പിക്കും. കുട്ടികൾക്ക് ആവേശം പകരാൻ വാർണർ ബ്രദേഴ്സ് കഥാപാത്രങ്ങൾ ഇപ്രാവശ്യം മേളയുടെ ഭാഗമായുണ്ടാകും. തത്സമയ പ്രകടനങ്ങളോടെ മുഴുവൻ കുടുംബങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇവയുടെ അവതരണം. ഭക്ഷണപ്രേമികൾക്കായുള്ള ഭക്ഷ്യമേള ഗുറം നാച്ചുറൽ പാർക്കിൽ ആയിരിക്കും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സീപ്ലെയിനിംഗ്, മൗണ്ടൻ ബൈക്കിംഗ്, ഓഫ് റോഡ് വെഹിക്കിൾ ചലഞ്ചുകൾ, ഹൈക്കിംഗ് ട്രയലുകൾ എന്നിവയ്ക്ക് വാദി അൽ ഖൗദ് വേദിയാകും. ബീച്ച് ഫുട്ബോൾ, വോളിബോൾ, ഫയർ പെർഫോമൻസ് എന്നിവ അൽ ഹദീദ് ബീച്ചിൽ നടക്കും. കൂടാതെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ സാഹിത്യ സായാഹ്നങ്ങൾ, കലാപ്രദർശനങ്ങൾ എന്നിവയും നടക്കും. ഏകദേശം 10 ലക്ഷത്തോളം സന്ദർശകരെ ഫെസ്റ്റിവലിൽ ആകർഷിക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഗൾഫ് കപ്പ് 2020 ടൂർണമെന്റിലെ 4ാം മത്സരത്തിന് ഒമാന് തോൽവി. ദുബൈയിലെ ICC അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ സൗദിയോട് 8 വിക്കറ്റിനാണ് പരാജയം ഏറ്റുവാങ്ങിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 6 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൗദി 18.5 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കൈവരിക്കുകയായിരുന്നു. ഓപ്പണർമാരായ ഫൈസൽ ഖാൻ 70, ഉസ്മാൻ ഖാലിദ് 38 എന്നിവരുടെ മിന്നും പ്രകടനമാണ് വിജയം സാധ്യമാക്കിയത്. ഒമാൻ നിരയിൽ മുഹമ്മദ് നദീം 49, 69, മുഹമ്മദ് നസീം 38, അമീർ കലീം 17 എന്നിവരൊഴികെ മറ്റുള്ളവർക്കൊന്നും കാര്യമായി സംഭാവന നൽകാനായില്ല. സൗദിക്ക് വേണ്ടി ഇസ്തിയാഖ് അഹമ്മദ്, ഉസ്മാൻ നജീബ് എന്നിവർ 2ഉം വജീഉൽ ഹസൻ 1ഉം വിക്കറ്റ് നേടി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.